എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു അടിപൊളി ഹോം മെയ്ഡ് സിറമാണ്. വളരെ എഫക്റ്റീവാണ്. നമ്മുടെ സ്കിൻ ബ്രൈറ്റനപ്പ് ആവാനും നിറം വയ്ക്കാനും അതുപോലെ തന്നെ യങ് ആയിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ആൻറ്റി ഏജിങ്ങിന് സൂപ്പറാണ്. സോ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നു പോവല്ലേ. ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് വെൽക്കം ടു മൈ കുട്ടി യൂട്യൂബ് ഫാമിലി. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഡോട്ട് & കീയുടെ മോയ്സ്ചറൈസർ ആണ്. അപ്പോൾ ഇത് ഞാൻ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് സെറാമൈഡ്സ് ഉണ്ട്, ഹൈലറോണിക് ആസിഡ് ഉണ്ട്, അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ബാരിയർ റിപ്പയർ ചെയ്യാൻ ഭയങ്കര നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ എന്തുകൊണ്ടും നമ്മുടെ സ്കിന്നിന് ചേരുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് അതിലുണ്ടായിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാനിതിൽ ഹൈലറോണിക് ആസിഡും സെറാമൈഡും ഉള്ളത് കൊണ്ടാണ് ഈ ഒരു മോയ്സ്ചറൈസർ എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അലോവേര ജെല്ലി യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നോർമലായിട്ടുള്ള ഏത് മോയ്സ്ചറൈസർ വേണമെങ്കിലും എടുക്കാം. നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ, അതല്ല നിങ്ങൾക്ക് ആക്നെ വരുന്ന എപ്പോഴും പിമ്പിൾസ് വരുന്ന ഒരു സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ടീ ട്രീ അല്ലെങ്കിൽ ഗ്രീൻ ടീ ഒക്കെ അടങ്ങിയിട്ടുള്ള സംഭവങ്ങളുണ്ടോ, നീം, തുളസി, അതൊക്കെ അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസർ എടുക്കുന്നത് ഭയങ്കര നല്ലതാണ്. അപ്പോൾ നമ്മളുടെ ആ ഒരു പ്രോബ്ലം കൂടെ സോൾവ് ആയി. എന്താണോ നമ്മുടെ പ്രോബ്ലം അതിനനുസരിച്ചുള്ള മോയ്സ്ചറൈസർ ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ എടുക്കുന്നത് നമുക്ക് കുറച്ചുകൂടി ബെനിഫിഷ്യലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒന്നുമില്ല, നിങ്ങൾക്ക് ഒന്നും യൂസ് ചെയ്യാൻ താല്പര്യമില്ല, അറിയില്ല എന്നുണ്ടെങ്കിൽ ബേബി ക്രീം എടുത്താലും മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മോയ്സ്ചറൈസറും എടുക്കാം. പക്ഷെ നമ്മൾ സിറമായിട്ട് യൂസ് ചെയ്യുമ്പോൾ പെർട്ടിക്കുലർ ആയിട്ട് ഒരു പ്രോബ്ലത്തിന് വേണ്ടി ആയിരിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾക്കിങ്ങനെ ഒരു പ്രോബ്ലത്തിന് സ്പെസിഫിക് ആയിട്ട് നമുക്ക് സിറം ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇനി ഞാനത് കുറച്ച് നമ്മുടെ ഒരു ബൗളിലോട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിനൊപ്പം ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ റോസ് വാട്ടറാണ്. റോസ് വാട്ടർ നല്ല രസമാണ്. നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ ഭയങ്കര സൂത്തിങ് ആണ്. നല്ല രീതിയിൽ സ്കിന്നിനെ നറിഷ് ചെയ്യാനും pH ലെവൽ ബാലൻസ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ പെട്ടെന്നൊരു ഗ്ലോയും നമ്മുടെ സ്കിന്നിന് കൊണ്ടുവരും. റോസ് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്കിൻ ബ്രൈറ്റനപ്പ് ആവാനും ഒരു പിങ്ക് ഗ്ലോ തരാനും ഒക്കെ നമ്മളെ സഹായിക്കും. ഞാനിവിടെ 1 സ്പൂൺ റോസ് വാട്ടറും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണ്, നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഇതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ഒരു വിറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ എക്സ്ട്രീംലി ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള മോയ്സ്ചറൈസറാണ് എടുക്കുന്നതെങ്കിൽ അത് വേണ്ട. സാധാരണ മോയ്സ്ചറൈസർ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നും ആണെങ്കിൽ ഒരു വിറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളും കൂടെ അതിൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് നമ്മുടെ സ്കിന്നിന് എന്താണോ ചേരുന്നത് അത് മാത്രം യൂസ് ചെയ്യുക. നമ്മുടെ സ്കിന്നിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ തന്നെ കുറച്ച് സമയം എടുക്കും, അത് കോമൺ ആണ്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് അനലൈസ് ചെയ്ത് എന്തൊക്കെയാണോ നമുക്ക് സെറ്റ് ആവുന്നത് അത് മാത്രം ചൂസ് ചെയ്യുക. ഓയിലി സ്കിൻ ആണോ ഡ്രൈ സ്കിൻ ആണോ, അതുപോലെ തന്നെ നമുക്ക് നിറയെ പിമ്പിൾസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾക്ക് നോർമൽ സ്കിന്നാണ്, നിങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു പ്രോബ്ലവും നിങ്ങളുടെ സ്കിന്നിൽ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു ആക്റ്റീവ്, അതായത് ഹൈലറോണിക് ആസിഡ് ഒക്കെ ഉള്ള സിറംസ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. നമുക്കൊരു നറിഷ്മെൻറ്റും ഗ്ലോയും തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാനിവിടെ നമ്മുടെ സിറം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഈ 2 ഇൻഗ്രീഡിയൻസും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. കുറച്ച് നമ്മൾ കയ്യിലെടുത്തിട്ട് ഞാൻ കയ്യിൽ ആദ്യം അപ്ലൈ ചെയ്ത് കാണിക്കുന്നതാണ്, പിന്നെ ഞാൻ ഫേസിലും അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട്. സോ ഞാനിങ്ങനെ കയ്യിൽ അപ്ലൈ ചെയ്ത് ഡയറക്റ്റ് ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കുന്നത് എന്താ വെച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആകുന്നുണ്ട്. കുറച്ച് വാട്ടറി ഫോം ആയതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൽ ഇറങ്ങി പോകുന്നുണ്ട്. സ്കിന്നിൽ പെട്ടെന്ന് അബ്സോർബ് ആകും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ മോയ്സ്ചറൈസർ ചില സ്കിന്നിലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു എണ്ണമയം പോലെ നിങ്ങൾക്ക് തോന്നൂലേ, അതൊക്കെ വളരെ കുറവായിരിക്കും. ഇപ്പം ഞാൻ ഇട്ട് കാണിക്കാം. സാധാരണ ഈ ഒരു മോയ്സ്ചറൈസർ ഞാൻ ഇടുന്ന സമയത്ത് എനിക്കൊരു എന്ത് പറയാനാണ്, ഒരു ക്രീം അപ്ലൈ ചെയ്ത ബാരിയറാണ് എനിക്ക് കിട്ടുന്നത്. പക്ഷേ ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുന്നുണ്ട്. നന്നായിട്ടൊരു മാറ്റിഫൈയിങ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് കിട്ടിയത്. സോ നിങ്ങൾക്ക് ഒരു ഓയിലി ഫിനിഷ് വേണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് മോയ്സ്ചറൈസർ ഇടുമ്പോൾ അങ്ങനെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഈ സിറം മാത്രം യൂസ് ചെയ്താൽ മതി. ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഇനി നിങ്ങൾ റോസ് വാട്ടർ അല്ല യൂസ് ചെയ്യുന്നത്, വേറെ ടോണർ യൂസ് ചെയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടോണർ യൂസ് ചെയ്തതിന് ശേഷം ഇത് യൂസ് ചെയ്യാം കേട്ടോ. പക്ഷെ നമ്മുടെ ഈ സിറം ഉണ്ടാക്കുന്ന സമയത്ത് റോസ് വാട്ടറാണ് ദ ബെസ്റ്റ് ആയിട്ടുള്ളത്. സോ റോസ് വാട്ടർ തന്നെ യൂസ് ചെയ്യും. ഒരുപാട് സ്റ്റെപ്പുള്ള സ്കിൻ കെയർ റുട്ടീൻ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമില്ല, മോയ്സ്ചറൈസറും അതുപോലെ തന്നെ ടോണറും ഒക്കെ മാറ്റി മാറ്റി ഇടാനായിട്ട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സിറം മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി. നന്നായിട്ട് സ്കിന്നെ ഹൈഡ്രേറ്റ് ചെയ്യും. ആ 2 സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും ഇങ്ങനെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അടിപൊളിയാണ്. പിന്നെ
നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ റെജുവിനേറ്റ് ചെയ്യാനും നല്ല ഗുണങ്ങൾ നമുക്ക് കിട്ടാനും വേണ്ടിയിട്ടാണ് എന്തെങ്കിലും ആക്റ്റീവായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്, സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ഉള്ള മോയ്സ്ചറൈസർ ചൂസ് ചെയ്യാൻ പറഞ്ഞത്. കാര്യം നമ്മൾ സിറമൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഹൈലറോണിക് ആസിഡ്, റെറ്റിനോൾ, അങ്ങനെ പലതരത്തിലുള്ള സിറംസ് അല്ലേ അവൈലബിൾ. അപ്പോൾ നമ്മൾ ആ ഒരു പേർപ്പസിന് വേണ്ടിയിട്ടല്ല അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എഫക്റ്റ് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് അടങ്ങിയ മോയ്സ്ചറൈസർ നമ്മൾ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞത്. എനിക്കിതിൻ്റെ റിസൾട്ട് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സാധാരണ എനിക്ക് എല്ലാ സാധനങ്ങളും കഴുത്തിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് മടിയാണ്, എന്തോ എനിക്ക് അങ്ങനെ മടി കൂടുതലാണ്. പക്ഷേ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എൻ്റെ കവിളിലൊക്കെ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ നന്നായിട്ട് നറിഷ്മെൻ്റ് ഉണ്ട്. പിന്നെ ഒട്ടും ഓയിലി അല്ല, എന്തോ ഒരു സാധനം നമ്മൾ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് എനിക്കത് കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല. കഴുത്തിലൊക്കെ സാധാരണ നമ്മൾ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നതാണ് എൻ്റെ വിഷയമായിരുന്നത്. അപ്പം അങ്ങനെ ഒന്നും തോന്നരുത്, നമ്മളൊന്നും ഇട്ടിട്ടില്ലാത്തതുപോലെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സിറമായിട്ട് നിങ്ങൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിട്ട് നല്ല ഒരു സിറം യൂസ് ചെയ്യുന്ന സെയിം റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾക്കിനി എക്സ്ട്രാ മോയ്സ്ചറൈസേഷൻ വേണമെങ്കിൽ മാത്രം മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. പകൽ സമയത്താണെങ്കിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് സൺസ്ക്രീൻ ഇട്ടാൽ മതി. മോയ്സ്ചറൈസർ ഇനി വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഇത് മാത്രം മതി. സൂപ്പർ വർക്കിംഗ് ആണ്. നല്ല രീതിയിൽ സ്കിന്നിനെ ഗ്ലോ കൂട്ടാനും അതുപോലെ തന്നെ ഹൈഡ്രേറ്റ് ചെയ്യാനും, എന്നാൽ ആ ഒരു ഓയിലി ആയിട്ടുള്ള മോയ്സ്ചറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫിനിഷ് ഒന്നും തരാതെ നന്നായിട്ട് മാറ്റ് ഫിനിഷ് തന്നിട്ട് നല്ല രീതിയിൽ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മുഖം കണ്ടാൽ അറിയാം, ഒട്ടും ഓയിലി അല്ലല്ലോ. ഞാൻ നേരത്തെ ഉണ്ടായിരുന്നത് എങ്ങനെയോ അങ്ങനെ തന്നെയല്ലേ ഇരിക്കുന്നത്. പക്ഷേ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റും ആയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ നമുക്ക് എന്താണ് ഒരു സിറംന്ന് വേണ്ടത്? ഇപ്പോൾ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഗുണവും കിട്ടും. സോ തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഏത് ആക്റ്റീവ് ആണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ മോയ്സ്ചറൈസർ ചൂസ് ചെയ്യുക. ഇനി ഒന്നുമില്ലെങ്കിൽ പോലും സാരമില്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അലോവേര ജെല്ല് വെച്ചിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഈസിയാണ്. അതുപോലെ തന്നെ നല്ലൊരു ബോട്ടിലാക്കി വെച്ചിരുന്നാൽ അടിപൊളിയാണ്, കാണാനും നല്ല ഭംഗിയായിരിക്കും. സിറമൊക്കെ വാങ്ങുന്ന ഡ്രോപ്പർ ബോട്ടിലൊക്കെ കിട്ടില്ലേ, അത് നല്ലോണം ക്ലീൻ ചെയ്തെടുത്തിട്ട് നിങ്ങൾക്കത് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല കേട്ടോ. ഡെയിലി ഒരു നേരം മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. താല്പര്യമുള്ളവരാണെങ്കിൽ രാവിലെയും വൈകുന്നേരവും അപ്ലൈ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും നല്ല അടിപൊളി റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആവുന്നതായിട്ടും നല്ല യങ് ആയിരിക്കുന്നതായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും. സോ വീഡിയോ മുഴുവനായിട്ടും എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാൻ വരുന്ന വീഡിയോസിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കണ്ട കേട്ടോ. ടാറ്റാ ബൈ.